കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ നിമിഷമാണ്. രാഹുൽ ഗാന്ധി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആവേശകരമായ മുദ്രാവാക്യം വിളികളുമായി ബാൻഡ് മേളവുമായി പ്രവർത്തകർ സ്വീകരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. കൂടെ പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ നോക്കൂ, 2 മണ്ഡലങ്ങളിൽ എന്ന് വിളിച്ച അമുൽ ബേബി എന്ന് വിളിച്ച അതേ രാഹുൽ ഗാന്ധി ഒരു നാടിന്റെ നായകനായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷ സഖ്യത്തിന്റെ നായകനായി ഇന്ത്യ സഖ്യത്തിന് രൂപം നൽകി നേതൃത്വം നൽകിയപ്പോൾ ജനനായകനായി 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചെന്ന് പറയാം. കാരണം ആ രീതിയിലുള്ള ലീഡാണ് ഇപ്പോൾ 2 മണ്ഡലങ്ങളിലും, റായ്ബറയിലാകട്ടെ വയനാടാകട്ടെ ഉള്ളത്. എന്തായാലും ആ സന്തോഷം രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് കാണാം. കൂടെ പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയും ഉണ്ടാകുമെന്ന് കരുതുന്നു. ഏതെങ്കിലും രീതിയിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടോ എന്ന ആകാംക്ഷയ്ക്ക് കൂടി ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പാർട്ടി അധ്യക്ഷ സ്ഥാനം വരെ രാജിവെച്ച് മാറി നിന്ന് അതേ രാഹുൽ ഗാന്ധി ഇതാ വിജയത്തോടു കൂടി അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന നേട്ടത്തോടു കൂടി തിരികെ എത്തുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ആരൊക്കെ അയോഗ്യ, ഇപ്പം മഹുവ മൊയ്ത്രയുടെ കാര്യം നോക്കൂ, മിന്നുന്ന ജയമാണ്. ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് അന്ന് അവർ പടിയിറങ്ങിയതെങ്കിൽ നോക്കൂ, 1.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ലീഡോട് കൂടിയാണ് മഹുവ മൊയ്ത്ര വീണ്ടും പാർലമെന്റിലേക്ക്, വീണ്ടും ഡൽഹിയിലേക്ക് എത്തുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ മിന്നുന്ന വിജയം, കോൺഗ്രസിന്റെ മിന്നുന്ന വിജയം, 100ലേക്ക് എത്തുന്ന കോൺഗ്രസ്, പ്രതിപക്ഷ സഖ്യം, ഇത്ര ശക്തമായൊരു പ്രതിപക്ഷ നിര ഉണ്ടാവുക എന്നതെല്ലാം ബി.ജെ.പിയെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളികളാണ്. സർക്കാർ ബി.ജെ.പി NDA സഖ്യം ഉണ്ടാക്കിയാലും തീർച്ചയായും ഇനി അങ്ങോട്ട് കഴിഞ്ഞ 10 വർഷം എത്ര വേഗത്തിൽ അല്ലെങ്കിൽ ഏകാധിപത്യപരമായ രീതിയിൽ എന്ന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട രീതിയിലുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ തീർച്ചയായും NDAക്ക് ഇനി കഴിയാത്ത സാഹചര്യം വരും. അത്രയേറെ ശക്തമായ പ്രതിപക്ഷം തീർച്ചയായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ കാണാത്ത വിധത്തിൽ എന്തായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ഒടുവിലത്തെ കാഴ്ച എന്നുള്ളതായിരുന്നു ആദ്യം മുതൽ സംശയവും ചോദ്യങ്ങളും. ശരി.